ഈ MLA സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ നോമിനേഷൻസ് ഒക്കെ വരാം. പക്ഷെ അതിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്യുന്നു എന്ന് ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ഞാൻ 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 5 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്തിലേക്ക് ശ്രീകൃഷ്ണപുരം ഡിവിഷനിൽ നിന്ന് മത്സരിച്ചതാണ്. മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. അങ്ങനെ ജയിച്ച് നിന്ന് ഏതാണ്ടൊരു 4 മാസം 5 മാസം കഴിഞ്ഞാണ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ വരുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയാവുമെന്ന് കരുതിയിരുന്ന ഒരാളല്ല. കാരണം എനിക്ക് തൊട്ടു മുമ്പിൽ MLA ആയിരുന്നത് ശ്രീ P. ഉണ്ണിയായിരുന്നു. അദ്ദേഹം മുതിർന്ന ജില്ലയിലെ പ്രധാന CPIM നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹം അല്പം പ്രായം എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രായമുണ്ടെന്നല്ല, എൻ്റെ ഒരു രക്ഷിതാവിൻ്റെ ഒക്കെ സ്ഥാനത്തുള്ള പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഉണ്ണിയേട്ടൻ്റെ ഒരു തുടർച്ചയുണ്ടാകുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ എന്നെ തീരുമാനിക്കാനുണ്ടായത്. അങ്ങനെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം വിജയിച്ചതിനെ തുടർന്ന് ഞാൻ രാജിവെക്കുകയുണ്ടായി. പിന്നെ എനിക്ക് എൻ്റെ എതിരാളിയായിട്ടുണ്ടായിരുന്നത് ഡോക്ടർ P. സരിനായിരുന്നു. ഈ മണ്ഡലത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി അന്ന് മത്സരിച്ചത് സരിനായിരുന്നു. അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു അതെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരുന്നു. സരിനെ പരാജയപ്പെടുത്തിയാണ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുകയും ഹിസ്റ്ററിയാണ് ശരിക്കും. അതെ പൊതുവിൽ ഇടതുപക്ഷത്തിന് വിജയ സാധ്യതയുള്ള ഉറപ്പുള്ള ഒരു മണ്ഡലമാണ് ഒറ്റപ്പാലം. അത്തരമൊരു മണ്ഡലത്തിൽ എന്നെ പോലെ ഒരാളെ പരിഗണിക്കാൻ അഥവാ അങ്ങനെ തീരുമാനിക്കാൻ എൻ്റെ പാർട്ടി തീരുമാനിച്ചു എന്നത് അത് അങ്ങനെ പാർട്ടിക്ക് അതിന് കഴിയും. എന്നെ പോലെ ഒരാളെ തീരുമാനിക്കാൻ ഒട്ടേറെ പേരെ വേണമെങ്കിൽ പരിഗണിക്കാമായിരുന്നിട്ടും എന്നെ തീരുമാനിച്ചു എന്നത് എൻ്റെ പാർട്ടി എന്നിൽ അർപ്പിച്ചൊരു വിശ്വാസമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനോട് നീതി പുലർത്തി മുന്നോട്ട് പോകാനാണ് പരിശ്രമിക്കുന്നത്. അതിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നവരും അതിനപ്പുറത്തുമുള്ള സൗഹൃദങ്ങളുമൊക്കെ നമ്മളെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോടെല്ലാം സ്നേഹം മാത്രമാണുള്ളത്. എതിർത്തവരോട് സ്നേഹമാണ്.